ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇവാനിയൻ വയിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ പ്രഭാഷണം നമ്മൾ അവസാനിപ്പിച്ചു. ആ യൂണിറ്റി ദൈവത്തിൻ്റെ ചിന്തയാണെന്നും ആ യൂണിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ആ ആഗ്രഹത്തിൽ നമ്മൾ ദൈവവുമായിട്ട് താദാത്മ്യപ്പെടുകയും ആ പവിത്ര തൃത്വത്തിൻ്റെ, പരിശുദ്ധ തൃത്വത്തിൻ്റെ ആ ഭാവങ്ങളിലേക്ക് നമ്മളെ തന്നെ വളർത്തുകയും ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു. പിതാവ് ഈ ഒരു ഭാഗത്ത് അല്ലെങ്കിൽ ആ മുണ്ടമലയിൽ നിന്ന് ഇറങ്ങുകയും ഈ യൂണിറ്റി അദ്ദേഹത്തിലെ ഒരു വലിയ ദാഹമായിട്ട് പൊന്താൻ തുടങ്ങുമ്പോൾ പിതാവ് വേറൊരു ആധ്യാത്മിക സംഘർഷത്തിലേക്ക് ചെന്നെത്തും. ഞാൻ പറഞ്ഞു, നമ്മൾ ഒരു സഭയുടെ അടിയിൽ ഊറിക്കിടക്കുന്ന മ്ലേച്ഛത കാണുകയും മണക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമുക്ക് അവിടെയൊക്കെ വിവിധ തലങ്ങളിലുള്ള ആധ്യാത്മിക സംഘർഷങ്ങളെ കാണാൻ കഴിയും. ഇപ്പം 3 സംഘർഷങ്ങളെക്കുറിച്ച് ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിരുന്നു. ഒന്ന്, ഞാൻ വിചാരിച്ചു, ദൈവം വിചാരിച്ചു എന്ന് പറയുന്നത് നേർക്ക് നേർ വരുമ്പോൾ വരുന്ന ആ ഒരു കോൺഫ്ലിക്റ്റ് അറൈസിങ് ഫ്രം മൈ തോട്ട്സ് വേഴ്സസ് ഗോഡ്സ് തോട്ട്. സെക്കൻഡില്, ഒരു ജീവിതത്തിൻ്റെ ഫലം അണിയുക, ആ ഫ്രൂട്ട്ഫുൾനെസ് എന്താണ്? അപ്പോൾ ഫ്രൂട്ട്ലെസ്നെസ് വേഴ്സസ് ഫ്രൂട്ട്ഫുൾനെസ്. അത് ഞങ്ങളുടെ ജീവിതം ഫലം അണിഞ്ഞോ? അപ്പോൾ ഞാൻ കാറ്റിനെ പ്രസവിക്കുക എന്ന് പറയുന്ന ഒരു ആധ്യാത്മിക അവസ്ഥയെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. മൂന്നാമതായിട്ട്, നമ്മൾ ഈ സഭയുടെ അടിയിൽ ഊറിക്കിടക്കുന്ന മ്ലേച്ഛത കാണുകയും മണക്കുകയും ചെയ്യുമ്പോൾ അതിൽ കിടക്കുന്ന വേറൊരു ആധ്യാത്മിക സംഘർഷമാണ് തീരുമാനവും നിരാകരിക്കപ്പെട്ട സാധ്യതകളും. ഈ മൂന്നാമത്തെ സംഘർഷത്തിന് ശേഷമാണ് നമ്മൾ കുരിശിലെ പുനരൈക്യത്തെക്കുറിച്ചും എല്ലാം കഴിഞ്ഞ് അത് എത്തി നിൽക്കുന്ന തലമാണ് യൂണിറ്റി, അല്ലെങ്കിൽ ആ ഈ രക്ഷാകര തിരുത്തലിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ചെന്നെത്തുന്ന ആ ഒരു തിരുത്തലാണ്. ആ തിരുത്തൽ എവിടെ ദൃശ്യവൽക്കരിക്കപ്പെടുന്നത്? ഈ തിരുത്തൽ ദൃശ്യവൽക്കരിക്കപ്പെടുന്നത് when the unity is restored. കുടുംബത്തിലായാലും വ്യക്തികളിലായാലും സ്ഥാപനങ്ങളിലായാലും അനുഷ്ഠാനങ്ങളിലായാലും ഒക്കെ ഈ യൂണിറ്റി ഈസ് റിസ്റ്റോർഡ്. So when the unity is restored, we say അവിടെ ആ രക്ഷാകര തിരുത്തൽ നടന്നിട്ടുണ്ട് എന്ന് പറയും. പക്ഷേ it is not that easy. When you begin to see this, നമ്മുടെ ഉള്ളിലെ വാദപ്രതിവാദങ്ങളെ, നമ്മുടെ ഉള്ളിലെ പ്രതിയോഗിതകളെ, നമ്മുടെ ഉള്ളിലെ പ്രതിബന്ധങ്ങളൊക്കെ നേർമുഖമായിട്ട് വരുമ്പോൾ, നേർക്ക് വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ വേറൊരു സ്പിരിച്വൽ അഗണി പൊന്തി വരും. ഇറ്റ് ഈസ് വെരി ഈസി സംവാദത്തിലേക്ക് കടക്കാൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ സംവാദത്തിൻ്റെ അവസാനം നിങ്ങൾക്കുള്ളത് നഷ്ടപ്പെടുത്തിയാൽ, സംവാദം എന്ന് പറയുന്നത് ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട് അങ്ങോട്ട് പോകലാണോ? ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി. സോ അവരെല്ലാവരും ഒന്നായിരിക്കേണ്ടതിന് എന്ന് പറഞ്ഞ് ഇറങ്ങുമ്പോൾ അവിടെ അവരനെ കുറിച്ച് മനസ്സിലാക്കുകയും വേണം, സ്വയം മനസ്സിലാക്കുകയും വേണം. എന്നാലേ സംവാദത്തിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. എന്നാലേ ഒരു ഗ്രൂപ്പിലെ മെമ്പർ ആവാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ അത് അസിമുലേറ്റ് ചെയ്തു പോകും. അതൊക്കെ എക്സ്റ്റെൻഡഡ് വേർഷൻസുകളായിട്ട് മാറും. നമ്മൾ അവരൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആവും. നമ്മൾ അവിടെ ചെന്ന് കയറും. അച്ഛനോട് വർക്ക് അങ്ങനെയല്ല അത് ചെയ്യണ്ടേ. അപ്പം പിതാവ് വേറൊരു ആധ്യാത്മിക സംഘർഷത്തിലേക്ക് ചെന്ന് കയറി. അത് കഴിഞ്ഞ് അന്നത്തെ ഈ ഒരു 25 മുതൽ ഒരു 37 വരെയുള്ള സമയങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ these people underwent this 4th spiritual crisis in their life. അവർ വളരെ വിജയശ്രീലാളിതരായിട്ട് ഈ സംഘർഷത്തിൽ നിന്ന് പുറത്തു വന്നു. ആ പുറത്തു വരലാണ് പിന്നീട് നമുക്ക് സേവ്യറസ് പിതാവിനെയൊക്കെ ആകർഷിക്കുന്നത്. സേവ്യറസ് പിതാവൊക്കെ അതിനെതിരെ നിന്നിരുന്നതാണ് തുടക്കത്തിൽ. പക്ഷെ പിന്നീട് ഈസ് പുൾഡ് ഇൻ ബിക്കോസ് ഓഫ് ഈ ക്രൈസിസ് സോൾവ് ആയതിനു ശേഷമാണ് അദ്ദേഹം വരുന്നത്. എന്താണ് ആ ഒരു സംഘർഷം? അത് നമ്മൾ ഒരു പുനരൈക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, അല്ലെങ്കിൽ 2 പാർട്ടികൾ വേണം പുനരൈക്യത്തിൽ നിന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ 2 പാർട്ടികൾ ഒന്നിച്ചു വരുമ്പോൾ എന്തിനെ നിലനിർത്തും, എന്തിനെ മാറ്റും? സോ മാറ്റം അനിവാര്യമാണ്.
ഇനി തിരുത്തലുകളിൽ മാറ്റം വരണം. വനീശ രക്ഷാകരമായി തിരുത്തൽ അല്ലെങ്കിൽ ഇനി തിരുത്തൽ, ആ തിരുത്തലുകളുടെ അടിയിൽ മാറ്റത്തിനുള്ള ആഹ്വാനമുണ്ട്. ഇപ്പം മാറ്റത്തിനുള്ള ആഹ്വാനം ഇല്ലെങ്കിൽ ദെൻ തിരുത്തൽ ഈസ് നോട്ട് പോസിബിൾ. സോ എനി കറക്ഷൻ നീഡ്സ് എ ചേഞ്ച്. സോ ചേഞ്ച് അണ്ടർലൈൻ ആണ് അതിൽ. അപ്പം ഞാൻ മാറില്ല എന്ന് പറഞ്ഞാൽ ദെൻ കറക്ഷൻ ഈസ് നോട്ട് പോസിബിൾ. സോ ഇൻ ഇറ്റ് സെൽഫ് ദർ ഈസ് എ കോൾ ടു ചേഞ്ച്. പക്ഷെ ആ കറക്ഷൻ സമൂലമായ പരിവർത്തനം എന്ന് നമ്മൾ പറയുമ്പോൾ ഇസ് ഇറ്റ് സംതിങ് ന്യൂ? ദാറ്റ് മീൻസ് ദർ ഇസ് നത്തിങ് ബേസ്. അപ്പൊ എന്തിനെ മാറ്റണം, എന്തിനെ നിലനിർത്തണം? ദാറ്റ്സ് എ ഹ്യൂജ് ക്രൈസിസ്. മാറ്റവും സ്ഥിരതയും തമ്മിൽ. അപ്പോൾ പുനരൈക്യപ്പെടാൻ നോക്കുമ്പോൾ ഞാൻ എല്ലാം കൂടെ വിട്ടെറിഞ്ഞ് ഇങ്ങോട്ട് പോരുമോ? സോ ഈ മലങ്കര സഭ വരുന്നതിന് മുമ്പും പുനരൈക്യങ്ങൾ നടന്നിട്ടുണ്ട്. ഈ ഓർത്തഡോക്സ് സഭയിൽ നിന്നും യാക്കോബോസ് സഭയിൽ നിന്നൊക്കെ ഒത്തിരി ആൾക്കാർ കത്തോലിക്ക സഭയിലേക്ക് അസിമിലേറ്റഡ് ആയിട്ടുണ്ട്. പക്ഷെ ദേ വർ അസിമിലേറ്റഡ് ഇൻ ടു ഇറ്റ്. അപ്പോൾ അവരത് സീറോ മലബാറായിട്ട് മാറിപ്പോയി, അതല്ലെങ്കിൽ കുറേ ആൾക്കാർ ലാറ്റിനായിട്ട് മാറിപ്പോയി. ദേ സിംപ്ലി അസിമിലേറ്റഡ്. അതാണോ പുനരൈക്യം? നോ നോ നോ. പുനരൈക്യത്തിൽ മാറ്റങ്ങളും വേണം, അറ്റ് ദ സെയിം ടൈം റൂട്ടഡ്നെസ്സും വേണം. അതല്ലെങ്കിൽ അത് തോറ്റുപോയില്ലേ? നമ്മൾ തോറ്റുപോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിട്ടുകൊടുത്തു. നോ, ദാറ്റ് ഈസ് നോട്ട്. പിതാവിൻ്റെ പുനരൈക്യം അങ്ങനെയല്ല വരുന്നത്. പിതാവിൻ്റെ പുനരൈക്യം ഈസ് എൻ അമേസിങ് വാക്ക് ഇൻ ബിറ്റ്വീൻ. അവിടെ തിരുത്തലുകളുണ്ട്, പക്ഷെ അത് രക്ഷാകരവുമാണ്. അപ്പോൾ അത് പിതാവിലും അതിൻ്റെ ചുറ്റുമുള്ളവരിലും ഒത്തിരി സംഘർഷങ്ങൾ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ പിന്നീട് നമ്മൾ അന്ന് ഇപ്പം കത്തോലിക്ക സഭയിലേക്ക് വരണം. കത്തോലിക്ക സഭയിലേക്ക് വരണം എന്ന് പറഞ്ഞാൽ എല്ലാവരും ലാറ്റിനൈസ്ഡ് ആയിപ്പോയോ? കാരണം ആ പ്രോബ്ലം ആയിരുന്നു മെനസിസിൻ്റെ സമയത്ത് തുടങ്ങിയത്. നമ്മുടെ സഭയെ മൊത്തം വലിച്ചെടുക്കുക, അല്ലെങ്കിൽ അവിടെ മാറ്റം സ്ഥിരതയില്ലാതെ മാറ്റങ്ങളായിപ്പോലെ എല്ലാം മാറിപ്പോകുന്നതെന്ന് പറഞ്ഞപ്പോഴാണ് കൂനം കുരിശ് പോലെയുള്ള ഒരു വിഷമം പൊന്തി വന്നത്. അതെന്തിനായിരുന്നു? അവർ മാറ്റത്തിനെതിരായിരുന്നില്ല. കാരണം അന്ന് അവർ മെനസിസിനെ സ്വീകരിക്കും, എല്ലാ പള്ളികളിലൊക്കെ കൊണ്ടു നടക്കുകയും ചെയ്തപ്പോൾ ദേ വർ ഓപ്പൺ. മാറ്റങ്ങൾക്ക് വേണ്ടി അവരും ദേ വർ ഓപ്പൺ ഫോർ ചേഞ്ചസ് ആൻഡ് സോ ഓൺ. പല കാര്യങ്ങളും കയറി വന്നു. സോ കോൾഡ് ലാറ്റിനൈസേഷൻ എന്ന് പറഞ്ഞതൊക്കെ നമ്മുടെ പിതാക്കന്മാർ അല്ലെങ്കിൽ നമ്മുടെ പൂർവികർ കംപ്ലീറ്റ്ലി എതിരായിരുന്നോ? അവരെതിരായിരുന്നില്ല. പക്ഷേ മാറ്റം എന്ന് പറഞ്ഞ് അസ്ഥിരതയെ എടുത്തു കളയാൻ ശ്രമിച്ചപ്പോഴാണ് അവിടെ ഫ്രിക്ഷൻ കയറി വരുന്നത്. പിന്നീട് വരുന്ന എല്ലാ സഭകളിലും ഇപ്പൊ യാക്കോബായിട്ട് സഭ പിന്നീട് പഴയ ഈ പുത്തൻകൂറിന്റെ ഭാഗമായിട്ട് അതൊരു മാറ്റമല്ലേ? ഇറ്റ് വാസ് എ ചേഞ്ച്. അതുവരെ ഉണ്ടായിരുന്ന രീതി അല്ലായിരുന്നല്ലോ. ഇറ്റ് വാസ് എ ചേഞ്ച്. പക്ഷെ ആ ചേഞ്ച് കൊണ്ടുവരുമ്പോഴും ഓർത്തഡോക്സി എന്ന് പറയുന്ന അല്ലെങ്കിൽ അവരുടെ പൂർവികർ ആഗ്രഹിച്ച ആ ഒരു സഭാത്മകതയും അതൊക്കെ നിലനിർത്താനായിട്ട് അവർ ആഗ്രഹിച്ചു. സോ ആ കമ്മ്യൂണിറ്റിയിൽ ഇങ്ങനെ ഒരു ആധ്യാത്മിക സംഘർഷം ഉണ്ടായിരുന്നു. ഈ ആധ്യാത്മിക സംഘർഷം പലപ്പോഴും മ്ലേച്ഛതയായിട്ട് മാറാൻ തുടങ്ങി. കാരണം ഈ കോൺഫ്ലിക്റ്റ് സ്പിരിച്വലി ഹാൻഡിൽ ചെയ്യാതെ തോൽപ്പിക്കാനും അല്ലെങ്കിൽ പ്രതിയോഗിതയുടെയും പ്രതിബന്ധങ്ങളൊക്കെ ആയിട്ട് മാറി വളരെ കലുഷിതമായ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി. ഈ സിറ്റുവേഷനിൽ ഈ ഒന്നിപ്പിൻ്റെ ആധ്യാത്മികത മനസ്സിലാക്കുന്ന പിതാവ് വളരെ കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കാൻ തുടങ്ങും. നമ്മൾ മാറണം. മാറുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥമല്ല നമ്മളെ തന്നെ വിട്ടുകളയുക. അപ്പം മാറും വേണം, അറ്റ് ദ സെയിം ടൈം നമ്മളിൽ സ്ഥിരതയുണ്ടായിരിക്കണം. ചേഞ്ച് ആൻഡ് സ്റ്റെബിലിറ്റി. എന്തിനെ മാറ്റും, എന്തിനെ നിലനിർത്തും. നമ്മൾ ഇങ്ങനെ ജസ്റ്റ് പറയുമ്പോൾ ഇത് ഇത്രയും വലിയൊരു ക്രൈസിസ് ആണോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നത്. ഇപ്പം നിങ്ങൾ ഈ സിസ്റ്റേഴ്സിനെ ശ്രദ്ധിക്കണം. ഇപ്പം ഇന്ത്യയിലുള്ള സിസ്റ്റേഴ്സിനെയൊക്കെ ഇപ്പം ഒരു സഭയിൽ തന്നെ നമുക്ക് കുറേ സിസ്റ്റേഴ്സ് സാരി ഉടുത്തിട്ട് കാണാം, കുറേ സിസ്റ്റേഴ്സ് ട്രഡീഷണൽ ആയിട്ടുള്ള ഉടുപ്പൊക്കെ ഇട്ടിട്ട് കാണാം. ഇപ്പം ഞാൻ ഒരിക്കൽ ഒരു ധ്യാനത്തിന് പോയപ്പോൾ ആ ധ്യാനത്തിന് കൂടിയിരിക്കുന്ന സിസ്റ്റേഴ്സ് എല്ലാവരും അതിൽ പകുതി ആൾക്കാർ സാരി ഉടുത്തിരിക്കുന്നു, പകുതി ആൾക്കാർ സാരി ഉടുത്തിട്ടില്ല, അവർ ഉടുപ്പിട്ടിട്ടിരിക്കുന്നു. അപ്പം ഞാനിങ്ങനെ ചോദിച്ചു, അതെന്താ? ഒരു സിസ്റ്റർ ഈ ഉടുപ്പിട്ട ഒരു സിസ്റ്ററിനോട് ചോദിച്ചു, നിങ്ങളെല്ലാവരും സാരിയിലേക്ക് മാറി എന്ന് കേട്ടല്ലോ. ഞാൻ മാറില്ല, ഞാൻ ഈ ഉടുപ്പിന് വേണ്ടിയിട്ടാണ് എൻ്റെ വീട് വിട്ട് വന്നിട്ട്, ഈ ഉടുപ്പിൽ ഞാൻ മരിക്കൂ.
ഈ ഉടുപ്പിലെ ഞാൻ മരിക്കൂ എന്ന് ആ സിസ്റ്റർ വരെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ദാറ്റ്സ് ട്രൂ നാ. ആ ഒരു ബാഹ്യമായ ആ ഒരു തിരുവസ്ത്രത്തിന് വേണ്ടിയിട്ടാണ് അവർ വന്നത്, അതിന് വേണ്ടിയിട്ടാണ് ജീവൻ വരെ കൊടുക്കുന്നൊക്കെ പറയണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആ സിസ്റ്ററിനോട് ചോദിച്ചു, സിസ്റ്ററിൻ്റെ ഈ ജനറൽ ചാപ്റ്റർ അല്ലെങ്കിൽ പ്രൊവിൻഷ്യൽ അസംബ്ലി അതിലല്ലേ ഈ തീരുമാനം എടുത്തത്? യെസ്. അപ്പം ഈ പ്രൊവിൻഷ്യൽ അസംബ്ലി, സിനഡ്, ജനറൽ ചാപ്റ്റർ എന്നൊക്കെ പറയുന്നത് പരിശുദ്ധാത്മാവിനാൽ പ്രേരിതമായിട്ടാണോ? അപ്പൊ സിസ്റ്റർ പറയും, ഷുവർലി ഫാദർ, അതൊക്കെ പരിശുദ്ധാത്മാ പ്രേരിതരായിട്ടാണ്. ഞങ്ങൾ 1 കൊല്ലം മുമ്പ് പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നതാണ്. സഭ മുഴുവനും ഞങ്ങൾ പ്രാർത്ഥിച്ച് ഞങ്ങൾ ഒത്തിരി കൺസൾട്ടേഷനുകൾ നടത്തിയതിന് ശേഷമാണ് ഞങ്ങളുടെ ജനറൽ ചാപ്റ്റർ നടക്കുക. അത് കഴിഞ്ഞ് ജനറൽ ചാപ്റ്ററിൽ നിന്ന് വരുന്ന തീരുമാനങ്ങളൊക്കെ പരിശുദ്ധാത്മാവിനാൽ പ്രേരിതമാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പൊ ഞാൻ ആ സിസ്റ്ററിനോട് പറഞ്ഞു, അങ്ങനെയാണ് സിസ്റ്റർ ഇപ്പൊ പരിശുദ്ധാത്മാവിന് എതിരല്ലേ? കാരണം സിസ്റ്ററിന്റെ ജനറൽ അസംബ്ലിയിലല്ലേ, കഴിഞ്ഞ ജനറൽ അസംബ്ലിയിലല്ലേ നിങ്ങൾ ഈ തീരുമാനം എടുത്തത്? ഇന്ത്യയിലുള്ള സിസ്റ്റേഴ്സ് എല്ലാവരും ഈ ട്രഡീഷണൽ ഹാബിറ്റിന് പകരം നമ്മൾ സാരി ആക്കുമെന്ന് നിങ്ങളുടെ ജനറൽ ചാപ്റ്ററിലല്ലേ തീരുമാനിച്ചേ? അങ്ങനെയാണെങ്കിൽ അത് പരിശുദ്ധാത്മാവിന്റെ തീരുമാനമായിരുന്നില്ലേ? സിസ്റ്റർ അത് ഒബേ ചെയ്യേണ്ടതല്ലേ? ഇപ്പൊ യു ആർ അഗൈൻസ്റ്റ് ദ ഹോളി സ്പിരിറ്റിനാ. ഇമ്മീഡിയറ്റ്ലി ദാറ്റ് സിസ്റ്റർ വിളിച്ച് ഓപ്ഷൻ ഉണ്ട്. ഷീ ഫെൽറ്റ് ഐ എം കോർണേഡ്. സഡൻലി ഷീ വിളിച്ച ഓപ്ഷൻ ഉണ്ട് എന്ന് പറയും. that sister is undergoing this crisis. എന്തിനെ മാറ്റണം, എന്തിനെ നിലനിർത്തണം എന്നുള്ള ഒരു ക്രൈസിസ് വന്നിരിക്കുകയാണ് ആ സിസ്റ്ററിന്. കാരണം ആ സിസ്റ്റർ കൺസിഡർ ചെയ്യുന്നത് ആ ഇട്ടിരിക്കുന്ന ആ ബാഹ്യമായ ആ ഡ്രസ്സാണ് സിസ്റ്റർഹുഡ്. നോ, ഇറ്റ് ഈസ് നോട്ട്. ആ ബാഹ്യമായ ഡ്രസ്സുകളാണോ നമ്മളെ സന്യാസികളാക്കുന്നത്? അത് അനുസരണത്തിന്റെ ആഴങ്ങളിലാണ് അത് കടന്നു വരുന്നത്. നിങ്ങൾ ഏത് ഡ്രസ്സ് ഇട്ടാലും എന്തേ? ഇന്ന് സഭയിൽ എല്ലാ തരത്തിലും ഡ്രസ്സ് ഇടുന്ന സിസ്റ്റേഴ്സുകളും അച്ഛന്മാരും ഉണ്ട്. ആ ബാഹ്യ വേഷഭൂഷാദികളിൽ നിന്ന് ഒരു സന്യാസ ഭാവങ്ങളെ സൃഷ്ടിക്കുന്നതല്ല ക്രിസ്തു ശിഷ്യത്വം. യേശുവിൻ്റെ മനസ്സിനെ അറിയുകയും ആ തിരുമനസ്സിനെ ഈ ഭൂമിയിൽ നടപ്പിലാക്കാൻ വേണ്ടി തൻ്റെ ജീവിതത്തെ സമർപ്പിക്കുകയും ചെയ്യുന്നവനാണ് ക്രിസ്തു ശിഷ്യൻ. അവനാണ് ക്രിസ്തീയ സന്യാസി. പക്ഷെ നമ്മൾ ചിലപ്പോഴൊക്കെ ബാഹ്യമായ വസ്ത്രധാരണങ്ങളുടെ ഉള്ളിൽ നോ കാത്തലിക് ചർച്ച് ഹാസ് ഗ്രോൺ മച്ച് മോർ ദാൻ ദാറ്റ്. ഒരു ചാനൽ ചർച്ചയിൽ ഒതുക്കി നിർത്താവുന്ന ഒരു സ്പിരിച്വാലിറ്റി അല്ല കത്തോലിക്ക സഭയ്ക്ക്. കത്തോലിക്ക സഭയുടെ ഡൈവേഴ്സിറ്റി, അതിൻ്റെ റിച്ച്നെസ്, അതൊരു അരമണിക്കൂർ ചാനൽ ചർച്ചയിൽ നിലനിർത്താൻ പറ്റുമെന്ന് വിചാരിക്കണം നിങ്ങൾ. ഇറ്റ്സ് എ സിമ്പിൾ ഉട്ടോപ്യൻ തിങ്കിങ്. ഇറ്റ് അസിമുലേറ്റ്സ് സോ മെനി തിങ്സ്. അത് മാറ്റങ്ങളെ സ്വാംശീകരിക്കും, പക്ഷെ അറ്റ് ദ സെയിം ടൈം അത് സ്ഥിരതയെയും സ്വാംശീകരിക്കും. അപ്പം മാറ്റങ്ങൾക്ക് തുറവിയുണ്ട്, മാറ്റങ്ങളോട് ആഭിമുഖ്യമുണ്ട്. പക്ഷെ മാറ്റാൻ കഴിയാത്ത ചിലതിനെ ഒരിക്കലും കൈവിടുകയില്ല എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട്. സോ ഇന്ന് പലർക്കും ഈ കോൺഫ്ലിക്റ്റ് ഈസ് ദിയർ. മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ അന്ന് ഉള്ളതൊക്കെ വലിച്ചു പുറത്ത് കളയാം. നോ, അങ്ങനെയല്ല. അങ്ങനെയായിരുന്നെങ്കിൽ മലങ്കര സഭയുടെ ജന്മം നടക്കില്ലായിരുന്നു. മലങ്കര സഭയുടെ ജന്മം നടക്കുന്നത് മാറ്റങ്ങളുടെ തുറവിയും ആഴത്തിലുള്ള റൂട്ടഡ്നെസ്സിന്റെ ആ ഒരു കമ്മിറ്റ്മെന്റും, അത് രണ്ടും കൂടി വളരെ ഭംഗിയായിട്ട് ആത്മാവിനാൽ സന്നിവേശിക്കപ്പെടുമ്പോഴാണ് മലങ്കര സഭയുടെ ജന്മം നടക്കണേ. അതല്ലെങ്കിൽ അസിമുലേറ്റ് ചെയ്തു പോകുമായിരുന്നു. സോ ഇന്ന് മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണോ സ്ഥിരമായി നിലനിർത്തേണ്ടത് എന്നുള്ള തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഇറ്റ് വിൽ ബിക്കം ആൻ എക്സ്റ്റൻഷൻ. അതിൻ്റെ എക്സിസ്റ്റൻസ് തന്നെ ഒരു ഉപരിപ്ലവമായ ഒരു എക്സിസ്റ്റൻസ് ആയിട്ട് മാറിപ്പോകും. ഇറ്റ്സ് വെരി ഡേഞ്ചറസ് തിങ്. പിതാവ് അത് ഒരിക്കലും സമ്മതിച്ചിട്ടില്ല. ഈ ഫോർട്ട് ടൂത്ത് ആൻഡ് നെയിൽ ഫോർ ഇറ്റ്. വോളിയംസ് ഓഫ് കറസ്പോണ്ടിങ് ടു റോമിനോട് വീണ്ടും വീണ്ടും ആള് പറയും, ഞാൻ മാറും, ഞാൻ പുനരൈക്യപ്പെടും, പക്ഷേ ഈ പോയിന്റുകളിൽ മാറാൻ പറ്റില്ല. ഇറ്റ് ജസ്റ്റ് സ്റ്റാൻഡ്സ് ലൈക്ക് ദാറ്റ്. അതൊരു ക്രൈസിസ് ആണ്. ആ ക്രൈസിസിന്റെ ഉള്ളിൽ നമ്മൾ രണ്ട് കാര്യങ്ങളിലൂടെ വേണേ അത് കാണിച്ചു തരാൻ പറ്റും. ഒരെണ്ണം വാട്ട് യു കോൾ ഈസ് എ വാല്യൂ, മൂല്യം, ഒരു വാല്യൂ. ദെൻ അനദർ വി കോൾ ഇറ്റ് നോംസ്. ഈ വാല്യൂവിനെ പ്രാക്ടീസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഉപാധികൾ, അതിനാണ് നോംസ് എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുന്നത് ക്ലീൻലിനെസ്, ശുദ്ധിത്വം.
സ്വച്ഛ ഭാരത് അഭിയാൻ നടക്കുന്നത് നമുക്ക് നാട്ടിൽ എല്ലാതും ശുദ്ധി ഒരു വാല്യൂ ആണ്. അത് നല്ല ഒരു കാര്യമാണ്. അത് നെക്സ്റ്റ് ഗോഡ്ലിനെസ് എന്ന് പറയാം. എവിടെ ശുദ്ധി ഉണ്ട് അവിടെ ദൈവം ഉണ്ടെന്ന് പറയും. ഓക്കെ, പക്ഷെ ഈ ശുദ്ധീകരണ പ്രക്രിയ, ഇപ്പൊ ശുദ്ധി എന്ന് പറയുന്ന ആ വാല്യൂ ഞാൻ പ്രാക്ടീസ് ചെയ്യണം. പക്ഷെ ഞാൻ എങ്ങനെ എന്നെ ശുദ്ധീകരിക്കും? അതിനുള്ള മാനദണ്ഡങ്ങൾ പലതരത്തിലാകാം. ഒരു ഫൂളിംഗ് വേ ഓഫ് പറയുകയാണെങ്കിൽ, നമ്മൾ ഇന്ത്യയിലുള്ള ആളുകൾ കാലത്ത് തന്നെ നമ്മളെ എങ്ങനെ ശുദ്ധിയാക്കുക? നമ്മൾ ബാത്റൂമിൽ പോയിട്ട് വെള്ളം ഉപയോഗിക്കും. നമ്മളെ ശുദ്ധിയാക്കാനായിട്ട് നമ്മൾ വെള്ളം ഉപയോഗിക്കും കാലത്ത് തന്നെ. പക്ഷേ ഈ യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ വിന്റർ സീസണൊക്കെ വരുമ്പോൾ വെള്ളം ഈസ് എ വെരി കോസ്റ്റ്ലി അഫെയർ എന്ന് പറയണേ. കാരണം വെള്ളം ചൂടാക്കാനുള്ള സംവിധാനങ്ങളൊക്കെ വേണ്ട. എങ്ങനെ കെടുക്കണം ഐസ്. അപ്പൊ ഐസ് എടുത്തിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ആകെ വിഷമിച്ചു പോയില്ലേ? അപ്പൊ അവർ പേപ്പർ ഉപയോഗിക്കുന്ന പറയണേ. അപ്പൊ നമ്മളിപ്പോ പെട്ടെന്ന് അങ്ങനെ ഒരു ദേശത്ത് ചെന്ന് കാലത്ത് തന്നെ ആ ബാത്റൂമിന്റെ ഉള്ളിൽ ഒരു കെട്ട് പേപ്പർ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പറയും, ചീ വാട്ട് പണ്ടി പോലെ ഈ പേപ്പർ കൊണ്ട് തുടങ്ങി എന്ന് പറയും. അവന്മാർ ആരെങ്കിലും ഇവിടെ വന്നിട്ട് ബാത്റൂമിൽ വെള്ളം വയ്ക്കുന്ന അയ്യ കാലത്ത് തന്നെ വെള്ളം കൊണ്ട് ബ്ലാ ബ്ലാ എന്ന് പറയും. ദേ ആർ കോർലിംഗ് ഓൺ നോംസ്. പക്ഷെ ഞാനിപ്പോ മിഷനിലായിരിക്കുമ്പോ ചില നേരത്ത് വെള്ളമില്ല പേപ്പറും ഇല്ല, ഒരു കല്ലെടുത്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യുന്ന പറയും ഞാൻ അവരോട്. അല്ലാതെ ഇപ്പൊ കാട്ടിലെന്ത് ചെയ്യും? കാര്യം ഇപ്പൊ മല കയറുന്ന നേരത്ത് സംഭവം നടക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? വെള്ളം തപ്പിൻ്റെ നടക്കുക, പേപ്പർ തപ്പിൻ്റെ നടക്കുക. ആരാ അവിടെ ഇരിക്കുന്നവർ ഉണക്ക കല്ലെടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോന്നേ. ബി ക്ലീൻ, എങ്ങനെയെങ്കിലും ഒക്കെ ശുദ്ധിയാവുക. പക്ഷെ ഞാൻ ഈ നോമ്പ് എനിക്ക് വെള്ളം കിട്ടിയാലേ ഞാൻ ഇനി ശുദ്ധിയാവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മണപ്പിച്ചുകൊണ്ട് നടക്കും. Sometimes we quarrel like that. So എന്താണ് മാറേണ്ടത്, എന്തിനെയാണ് നിലനിർത്തേണ്ടത് എന്നുള്ള അവബോധം വരണം നമ്മളിൽ. അപ്പൊ കുറെ തല്ലുകൂട്ടങ്ങൾ മാറിപ്പോവും. പക്ഷെ പിതാവ് അത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരുന്നു. ചില നേരത്തെ ഈ നോംസിനെ പറ്റി പറയുമ്പോൾ ഞാൻ ഒരിക്കൽ ഒരു 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 ക്ലോയിസ്റ്റേഡ് സിസ്റ്റേഴ്സിന് ഒരു ധ്യാനം കൊടുത്ത ഒരു കാര്യം ഞാൻ ഓർക്കായിരുന്നു. ആ സിസ്റ്റേഴ്സ് പുറത്തേ വരില്ല. ആ സിസ്റ്റേഴ്സ് ഇങ്ങനെ. അപ്പോൾ അവിടെ ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നോണ്ട് ഒരു 24-25 years അത് ആ കോൺവെന്റിന്റെ പുറത്ത് കടന്നിട്ടില്ല. കാരണം ഒരിക്കൽ ക്ലോസ്റ്റി കയറിയാൽ പിന്നെ അവർ പുറത്തു പോയില്ല. അപ്പോൾ സിസ്റ്റർ പറയുന്നത് മറ്റേ സിസ്റ്റേഴ്സിനൊക്കെ അസുഖം വന്നു കഴിഞ്ഞാൽ രാത്രി ഞങ്ങൾ പതുക്കെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. എനിക്ക് അസുഖം വന്നില്ല, അപ്പം ഞാൻ പുറത്തു പോയില്ല. അപ്പം ഞാൻ പറഞ്ഞു, സിസ്റ്ററിന്റെ വിഷമം എന്താ? അച്ഛാ, ഞങ്ങൾക്ക് അപ്പനും അമ്മയും മരിച്ചാൽ പോലും ഞങ്ങളെ പുറത്തു വിടില്ലായിരുന്നു. ക്ലോസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അങ്ങനെ നിൽക്കണം. പക്ഷേ 10 വർഷം മുമ്പ് ഞങ്ങളുടെ ജനറൽ ചാപ്റ്ററിൽ ഒരു ഡിസിഷൻ വന്നു. അപ്പനും അമ്മയും മരണാവസ്ഥയിലാണ് കിടക്കണേ, അവർ ജീവിച്ചിരിക്കുന്നുണ്ട്. മരണാവസ്ഥയിലാണെങ്കിൽ ബിഷപ്പിൻ്റെ പെർമിഷനോടുകൂടെ പോയി അപ്പനും അമ്മേനെയും കണ്ടിട്ട് തിരിച്ചു വരാം എന്നൊരു പെർമിഷൻ ഉണ്ട്. അതിനെന്താ ഇപ്പോൾ സിസ്റ്ററിൻ്റെ കുഴപ്പം? അത് 11 വർഷം മുമ്പായിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ അപ്പച്ചനെയും അമ്മച്ചിനെയും കാണായിരുന്നു. പെയിൻറ്റ്. കാരണം സിസ്റ്ററിന് അപ്പച്ചനും അമ്മച്ചും മരിച്ചപ്പോൾ ഒരു വിഷമവും തോന്നിയില്ല. കാരണം സിസ്റ്റർ വാസ് ബിലീവിങ് ഐ ആം ഒബേയിങ് ദിസ് റൂൾ, ഐ ആം ഒബേയിങ് ദിസ് റൂൾ. പക്ഷെ ഇപ്പം ആ റൂൾ അവിടെ ഇല്ല. ഇപ്പം ആ റൂൾ അവിടെ ഇല്ല. സിസ്റ്ററിന് ഒരു പൊട്ടി പോലെ തോന്നുന്നു. എന്തിനെ കുറിച്ചാണോ ഞാൻ എൻ്റെ നിയമത്തെ പാലിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് തൻ്റെ വേദനയെ കടിച്ചമർത്തിയത്, ഇന്ന് അതവിടെ ഇല്ലാണ്ടാവുമ്പോൾ ഷീ ഫീൽസ് അതെ വാട്ട്സ് ഹാപ്പനിങ് ഇൻ മീ എന്ന് തോന്നുന്നു. അപ്പം ഞാൻ ആ സിസ്റ്ററോട് പറഞ്ഞു, അതുകൊണ്ടായിരുന്നു സിസ്റ്റർ ആ വേദനയെ അടിച്ചമർത്തിയത്, അല്ലെങ്കിൽ ആ വേദനയെ ദൈവത്തിന് സമർപ്പിച്ചത്. ക്ലോയിസ്റ്റഡ് എന്ന് പറയുന്ന പരിപാവനമായ അനുഭൂതിയിലേക്ക് കടന്നപ്പോൾ അവിടെ നിയമം ഉണ്ടായാലും ഉണ്ടായില്ലെങ്കിലും യു ഡിസൈഡ് ഞാൻ വിശ്വസ്തയാകുമെന്ന്. നോംസ് വന്നോട്ടെ പൊക്കോട്ടെ, പക്ഷെ വാട്ട് ക്യാൻ ബി റിമെയിൻഡ്. ഇപ്പം പ്രാർത്ഥിക്കണം. ഞാനിപ്പോൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന ആളായിരുന്നു. ഞാൻ 40 ഉപവസിച്ചതാണ്. ഇപ്പം ഡയബറ്റീസും ബ്ലഡ് പ്രഷറും മുട്ടുകാലിന് വേദനയൊക്കെ ആയിട്ട് ഒരു ദിവസത്തിൻ്റെ മുഴുവൻ സമയം കട്ടിലും കസേരയിലും മാത്രമേ ഇരിക്കുമ്പോൾ എനിക്ക് മുട്ടുകുത്തി പ്രാർത്ഥിക്കണം, എനിക്ക് 40 ദിവസം ഉപവസിക്കണം എന്നും പറഞ്ഞിട്ടുള്ളൂ. പ്രാർത്ഥന എന്ന് പറയുന്ന ആ വാല്യൂവിനെയല്ലേ തിരിച്ചറിയണ്ടേ. നോംസ് മാറണമെങ്കിൽ മാറണം, നോംസ് മാറ്റണം. സോ പിതാവില് ഇതിൻ്റെ ബ്ലെൻഡ് വി ക്യാൻ സി. പരിശുദ്ധാത്മാവില് നിറഞ്ഞ ഒരു ബ്ലെൻഡ്. ആ ബ്ലെൻഡിൽ പിതാവ് പോപ്പിനൊക്കെ എഴുതുമ്പോൾ പറയും ഐ എം ഓപ്പൺ. പക്ഷേ അദ്വൈക്യൻ പാരമ്പര്യത്തിൽ വളർന്ന ആ ഒരു കുർബാന ശൈലിയും അല്ലെങ്കിൽ ആ ലിറ്റർജിക്കൽ സെൻസ് ഞാൻ മാറേണ്ട ആവശ്യമില്ല. കാരണം അത് അതിപൗരാണികമായ കത്തോലിക്ക സഭയുടെ ഭാഗമായ അന്ത്യോക്യൻ റൈറ്റാണ്.
സോ യു നീഡ് നോട്ട് ചേഞ്ച് ദാറ്റ്. അപ്പൊ കത്തോലിക്ക സഭയിലേക്ക് ചേരണമെങ്കിൽ ലാറ്റിൻ കുർബാന ചെല്ലണം, നോട്ട് നെസസറി. പക്ഷേ ലാറ്റിൻ കുർബാനയുടെ ഭാഗമാകാൻ പിതാവിന് യാതൊരു വിഷമം ഉണ്ടായിരുന്നില്ല. കാരണം ദാറ്റ് ഇസ് എ കുർബാന ഓഫ് ഹിസ് ബ്രദർ, അല്ലെങ്കിൽ ആ ഒരു കത്തോലിക്ക പാരമ്പര്യത്തിന്റെ ഒരു ആരാധന രീതി, അതിൽ കോൺസെലിബ്രേറ്റ് ചെയ്യാൻ നോ പ്രോബ്ലം. ഹി വാസ് ഓപ്പൺ ടു ദാറ്റ് ബിക്കോസ് ദാറ്റ് ഈസ് പാർട്ട് ഓഫ് എ ബ്രദേഴ്സ് സ്പിരിച്വാലിറ്റി. സോ പിതാവിന്റെ തുറവി വളരെ ഭംഗിയായിട്ട് തുറക്കാൻ തുടങ്ങി. അറ്റ് ദ സെയിം പിതാവ് വാസ് വെരി ക്ലിയർ ഇൻ ഹിസ് തിങ്കിങ്. സുനകദോസ് സംവിധാനങ്ങൾ, സഭയുടെ നീതികൾ, അപ്പോൾ ഓർത്തഡോക്സ് സഭ എങ്ങനെയാണോ നിലനിന്നത് അതിനെ ഒന്നിനെയും മാറ്റാതെ, എന്നാൽ വലിയ സഭയുടെ വിശദീകരണത്തിന്റെ തുറവിയിലേക്ക് വളരെ ഓപ്പൺ മൈൻഡോടുകൂടെ കടന്നു ചെല്ലാനുള്ള ആർജവം, മാറ്റത്തിനോട് ഓപ്പൺ ആയിട്ട് നിൽക്കുകയും അന്ന് സ്ഥിരതയെ തിരിച്ചറിയുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രത്യേക ഇടപെടലുകൾ ഈ മലങ്കര സഭയുടെ ആ ഒരു മൂലക്കല്ലായിട്ട്, അല്ലെങ്കിൽ സഭയുടെ ആ ആവിർഭാവത്തിന് കാരണമായിട്ട് വന്നു. അപ്പോൾ ഇപ്പോൾ ഓർത്തഡോക്സുകാർക്കൊക്കെ ചില നേരത്ത് ഈ കത്തോലിക്ക സഭയുടെ തൊഴുത്തിൽ പോയി നിന്നു, അല്ലെങ്കിൽ യോഹന്നാനീസ് പിതാവ് പോയിട്ട് കത്തോലിക്ക സഭയുടെ തൊഴുത്തിൽ പോയി നിന്നു എന്നൊക്കെ പറയുന്ന ചില ലാംഗ്വേജുകളുണ്ട്. ദേ ഹാവ് മിസ്റ്റേക്കൺ. ദേ ഡിഡ് നോട്ട് സ്റ്റഡി ദോസ് പേപ്പേഴ്സ്. അതിൽ ഒരു മാറ്റങ്ങളും വരാതെയാണ്. പക്ഷെ പിതാവ് അതിലൊരു കാര്യം പറയും, ആ സഭയുടെ അലങ്കോലാവസ്ഥ, ആ സഭയുടെ വിശുദ്ധിയില്ലായ്മ, അതല്ലെങ്കിൽ അവിടെ വന്ന വാദപ്രതിവാദത്തിൻ്റെയും പ്രതിയോഗിതയുടെയും പ്രതിബന്ധത്തിൻ്റെയും ഒരു പരിസ്ഥിതി, ആ പരിസ്ഥിതി ഗോട്ട് സ്ട്രക്ക്. അതിൽ നിന്ന് ഇനി പുറത്തു കടക്കാൻ കഴിയില്ല എന്ന് പറയുന്ന കാറ്റിനെ പ്രസവിക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ നിരാകരിക്കപ്പെട്ട സാധ്യതകൾ മൊത്തം പ്രലോഭിപ്പിച്ച് എല്ലാത്തിനെയും അപ്പമാക്കുന്ന ഒരു അവസ്ഥ. ആ അവസ്ഥയിൽ പിതാവ് പറയുന്നു, നോ, നമ്മൾ എന്തിനെയായിരുന്നോ സ്വാംശീകരിച്ചത്, ഏത് വിശ്വാസത്തിലാണോ നമ്മൾ നിലനിന്നത്, നമുക്കതിനെ പൂർത്തീകരിക്കാം. സോ ഈ ആക്ച്വലി ക്ലെൻസ്ഡ് ഇറ്റ് ആൻഡ് റീഇൻഫോഴ്സ്ഡ് ഇറ്റ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ആ എഴുത്തുകുത്തുകളും ഇതുകളൊക്കെ കാണണം നിങ്ങൾ. ബിക്കോസ് ഹി വാസ് ആർഗിങ് എ ലോട്ട് ഫോർ ദാറ്റ് യുണീക്ക്നെസ് ഓഫ് ഇറ്റ്. പക്ഷെ പിന്നീട് വന്ന പല സമയത്തും ആ എന്തിനെയാണ് ഞങ്ങൾ നിലനിർത്തേണ്ടതെന്ന് തിരിച്ചറിയാൻ കഴിയാതെ ആവുമ്പോൾ പല സ്വാംശീകരണങ്ങളും നടക്കും. കാരണം ദി അതർ സൈഡ് ഈസ് മോർ ഇൻഫ്ലുവൻഷ്യൽ ആകുമ്പോൾ നമ്മൾ അങ്ങോട്ട് പുള്ളി ചെയ്തു പോകും. പക്ഷെ പിതാവ് വാസ് ഓപ്പൺ. ഈവൻ പോപ്പ് പിതാവിനോട് പറഞ്ഞത്, നിങ്ങൾ വേണമെങ്കിൽ വിവാഹിതരാകുന്ന ലൈക്ക് മാരീഡ് ക്ലർജി ആയിട്ട് നിൽക്കണമെങ്കിൽ യു ആർ വെൽക്കം. പക്ഷെ പിതാവ് പറയുന്നു, നോ, വി ഹാവ് നോ പ്രോബ്ലം. ഞങ്ങളും സെലിബ്രേറ്റ് ക്ലർജി ആയിട്ടുള്ള ഒരു സമൂഹമാകുന്നതിൽ ഞങ്ങൾക്ക് കുഴപ്പമില്ല. സോ ഇനി മുതൽ ഞങ്ങൾ ഓർഡിനേഷൻ ചെയ്യുമ്പോൾ ഞങ്ങൾ സെലിബ്രേറ്റ് ആയിട്ടുള്ള വൈദികരെ ഞങ്ങൾ ഓർഡിനേഷൻ കൊടുക്കും. പക്ഷെ റോം വാസ് ഓപ്പൺ. നിങ്ങളായിരിക്കുന്ന രീതിയിൽ. സോ റോം ഒരിക്കലും ആ എഴുത്തുകുത്തുകളിലെ ഈ ചെറിയ സഭയെ അസിമുലേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ മെനസിസ് ചെയ്ത ആ സംഭവത്തെ റിപ്പീറ്റ് ചെയ്യണം, അത് റോമിന്റെ മനസ്സിൽ ഒരിക്കലും ഉണ്ടായിരുന്നില്ല. റോം സേസ് നമുക്ക് സംവാദിക്കാം, നമുക്ക് സംയോഗികളാകാം, അതുവഴി നമുക്ക് നല്ല സംബന്ധങ്ങളെ കൊണ്ടുവരാം. സോ മലങ്കര സഭയുടെ ആവിർഭാവത്തിൽ വന്ന ഈ പരിശുദ്ധ തൃത്വത്തിലെ ആ വലിയ ഒരു ആക്ട് എങ്ങനെയാണോ പരിശുദ്ധ തൃത്വത്തിൻ്റെ ആ ഭാവങ്ങൾ നിലനിൽക്കുന്നത്, അവർ ഒന്നാകുന്നത്, അതുപോലെയുള്ള ഒരു ദൈവികമായ പരിവേഷവും ദൈവികമായ സ്നേഹവും ഒക്കെ പിതാവും പോപ്പും തമ്മിലും, പിതാവും കത്തോലിക്ക സഭയിലേക്ക് അന്ന് ചുറ്റുപാട്ടുണ്ടായിരുന്ന പിതാക്കന്മാരുടെ ഒക്കെ വളരെ സ്നേഹപൂർണമായ ആ യു ബി യു, അറ്റ് ദ സെയിം ടൈം ലെറ്റ്സ് ബി എ ടീം. വാല്യുകൾ നിലനിർത്തുകയും ആവശ്യമെങ്കിൽ പുതിയ നോമുകളെ സൃഷ്ടിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് വളർന്നു. സോ ഇറ്റ് വാസ് സോ ഈസി ഫോർ ഹിം ടു എൻ്റർ ഇൻ ടു ആ പുനരൈക്യത്തിൻ്റെ പ്രാക്ടിക്കൽ തലങ്ങളിലേക്കൊക്കെ കടന്നു ചെല്ലാൻ പിതാവിന് വളരെ എളുപ്പമായിരുന്നു. സോ പിതാവ് ദെൻ ഓപ്പൺ ടു വെന്തിങ് ധരിക്കാൻ, അല്ലെങ്കിൽ ആ ആഗോള സഭയുടെ റിച്ച് സ്പിരിച്വാലിറ്റിയുടെ ഭാഗമായിട്ട് കൊന്ത ചെല്ലാൻ, അല്ലെങ്കിൽ കുരിശിൻ്റെ വഴി നടത്താൻ, ഇറ്റ്സ് ഓക്കെ.
പക്ഷെ പിന്നീട് പലപ്പോഴും ചില അബറേഷനുകളൊക്കെ വന്നപ്പോൾ റോം എപ്പോഴും അവരെ റിമൈൻഡ് ചെയ്തിരുന്നു, യു ആർ നോട്ട് സപ്പോസ് ടു ഡു ലൈക്ക് ദാറ്റ്, യു ബി യു. നിങ്ങൾ എങ്ങനെയായിരിക്കുന്നോ ആ അവസ്ഥയിൽ നമ്മൾ ഒരു ടീമാകുന്നു. യു ആർ നോട്ട് കമ്പീറ്റിംഗ്, സോ ബി യു. അതിൻ്റെ അപ്പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ അത് അവർ ദയാർ. അപ്പൊ ചിലർ പറയും അങ്ങനെ ഡിഫറൻസുകളൊക്കെ നമുക്ക് പറ്റുമോ, എല്ലാവരും ഒന്നുപോലെ ആവണ്ടേ. അത് കത്തോലിക്ക സഭയുടെ സ്റ്റൈലല്ല. ദൈവം ഒന്നാണെന്നും അത് മൂന്നാണെന്നും പറഞ്ഞു പഠിപ്പിക്കുന്നതാണ് നമ്മൾ. ആ ഒരു പെണ്ണ് അമ്മയാണെന്നും കുമാരിയാണെന്നും അല്ലെങ്കിൽ കന്യകയാണെന്നും പഠിപ്പിക്കുന്നതാണ്. സോ അമ്മയാണ് അവൾ കന്യകയാണെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വിശ്വാസിക്ക് റൈറ്റുകളെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയും. പരിശുദ്ധാത്മാവിന്റെ വരദാനത്താല് ദൈവം ഒന്നാണെന്നും മൂന്നാണെന്നും പറഞ്ഞ് പഠിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിക്ക് സഭ ഒന്നാണെന്നും അതിൽ പല റൈറ്റുകളുണ്ടെന്നും മനസ്സിലാക്കാൻ കഴിയും. അതാണ് തുറവി, അതാണ് സഭാത്മകത, അല്ലെങ്കിൽ ആ കത്തോലിസിസം എന്ന് പറയുന്നത്. പക്ഷെ പിതാവ് അത് വളരെ ഭംഗിയായിട്ട് മനസ്സിലാക്കുകയും പിതാവിൻ്റെ ആ ആർജവത്തെ അല്ലെങ്കിൽ ആ ഒറിജിനാലിറ്റിയെ കാണുന്ന കത്തോലിക്ക സഭയുടെ അധികാരികൾ അതിനെ നമിക്കുകയും അദ്ദേഹത്തിന് അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ആവശ്യങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്തു. സോ ആ സംവാദത്തിന്റെ ഉള്ളിൽ he goes out and to embrace that rich spiritualityകൾ അതിൽ വരുന്ന അപ്പൊ ആ കോൺഗ്രിഗേഷനുകളൊക്കെ വന്ന രീതികൾ, പള്ളികളെ കൊണ്ടുവന്ന രീതികൾ, സഭയിലുള്ള ചില സിസ്റ്റങ്ങൾ. പക്ഷെ പിതാവ് ആ സൂനകദോസ് സംവിധാനത്തെ ഒരിക്കലും കളഞ്ഞില്ല. ഇപ്പൊ മാരീഡ് ക്ലർജി വേണോ? മലങ്കരയിൽ ഇപ്പോഴും മാരീഡ് ക്ലർജി ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത്. ദർ ഇസ് നോ പ്രോബ്ലം. അതൊരു വലിയ തലയ്ക്ക് ഇതുണ്ടാക്കണ കാര്യമൊന്നുമില്ല. ഇനിയിപ്പോ ഓർത്തഡോക്സിന്നോ യാക്കോബൈറ്റിന്നോ ഒരാൾ പുനരൈക്യപ്പെടാന്ന് പറഞ്ഞിട്ട് ആ അച്ഛനും അച്ഛൻ്റെ അച്ചാമ്മയൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ നോ പ്രോബ്ലം, ഇറ്റ് ഈസ് ഓപ്പൺഡ്, ദർ ഇസ് നോ പ്രോബ്ലം. അയ്യോ അവർ വന്നു മൊത്തം സഭ നഷ്ടപ്പെട്ടു, നോ ലെറ്റ് ദം ദേർ, ദേ ഓൾസോ ഹാവ് എ സ്പേസ് ദേർ. പക്ഷെ ആ ഓപ്പൺനെസ്സിനെ കുറിച്ച് നമ്മുടെ ഈ ഓർത്തഡോക്സ് ഗ്രൂപ്പ് എത്രമാത്രം മനസ്സിലാക്കി എന്നുള്ളതാണ് അതിൽ ഡൗട്ട്. അപ്പോൾ എല്ലാം വലിച്ച് ഈ കത്തോലിക്ക സഭയുടെ തൊഴുത്തിൽ പോയി നിന്നോന്ന് ഈ സേവ്യറിസ് പിതാവിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഇതെല്ലാം കൊണ്ട് കുട്ടിച്ചോറാക്കണമെന്ന്. ഈ ഒബ്സർവ്ഡ് ആസ് എൻ ഇന്റലിജന്റ് മാൻ. ബട്ട് ദെൻ 7 വർഷത്തിൻ്റെ ഉള്ളിൽ ഈ അണ്ടർസ്റ്റുഡ് മാറ്റേണ്ടതേ മാറ്റിയുള്ളൂ. മാറ്റപ്പെടാത്തവ നിലനിർത്താൻ വേണ്ടിയിട്ട് ഈ മനുഷ്യൻ തൻ്റെ ജീവിതത്തെയും തൻ്റെ ബുദ്ധിയെയും തൻ്റെ എവറി ലൈഫ് ഹി ഹാസ് ഗിവൺ. സോ ആ പിതാവും വലിയ മനുഷ്യനായിരുന്നു. സോ ദാറ്റ് പിതാവ് കംസ് ബാക്ക്. ദെൻ പിന്നീട് അദ്ദേഹം തിരുവല്ലയുടെ മെത്രാനാവുമ്പോൾ എല്ലാ തുറവികളോടും കൂടി കത്തോലിക്ക സഭയുടെ സ്പിരിച്വാലിറ്റിയെ മനസ്സിലാക്കുകയും എന്നാൽ ഓർത്തഡോക്സിയുടെ എല്ലാ രൂപഭാവങ്ങളിലും സഭയെ നടത്താനായിട്ട് അദ്ദേഹത്തിന് കഴിയുകയും ചെയ്തു. നമ്മൾ ആ തുടക്കങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ അന്ന് ഉണ്ടായിരുന്ന ഈ സംഘർഷം, മാറ്റം വേണം, സ്ഥിരതയും വേണം. അത് നമ്മുടെ എല്ലാ ലൈഫിലും വരുന്ന ഒരു കാര്യമാണ്. ഇവൻ മിഡിൽ ഏജിലേക്ക് കടക്കുമ്പോൾ നമ്മൾ മാറ്റങ്ങൾക്ക് തുറവുണ്ടായിരിക്കണം. അറ്റ് ദ സെയിം ടൈം വി ഷുഡ് നോ വാട്ട് ഷുഡ് നോട്ട് ചേഞ്ച്. ഇപ്പൊ പറയണ സിസ്റ്റം തല്ലിപ്പൊളിക്കാം, അപ്പൊ ഇനി കോൺവെന്റുകളൊക്കെ തല്ലിപ്പൊളിക്കാം എന്നൊക്കെ പറഞ്ഞ് ചാനൽ ചർച്ചകൾ നടക്കുമ്പോൾ മാറ്റങ്ങൾ വരണം. മാറ്റങ്ങൾ വരരുതെന്ന് പറയരുത്, പക്ഷെ ആ മാറ്റങ്ങൾക്കൊപ്പം സ്ഥിരതയെക്കുറിച്ചും ചിന്തിക്കണം. അതൊരു ഗവൺമെന്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു മിലിറ്ററി സിസ്റ്റങ്ങളായിക്കോട്ടെ, മാറ്റാണെന്ന് പറഞ്ഞിട്ട് എല്ലാം അങ്ങോട്ട് മാറിപ്പോവോ? കുടുംബ ബന്ധങ്ങളെ കുറിച്ച് ചിന്തിക്ക്. നിങ്ങൾ വിവാഹം കഴിച്ചിട്ട് 10 വർഷം 15 കൊല്ലം 20 വർഷം കഴിഞ്ഞതുപോലെയാണോ നിങ്ങൾ 40കളിലേക്കും 50കളിലേക്കും 60കളിലേക്കും കയറുന്ന ദാമ്പത്യ ജീവിതം? ജീവിതത്തിലും ശരീരത്തിലും ഭാവങ്ങളിലൊക്കെ വന്നിരിക്കുന്ന മാറ്റങ്ങൾക്ക് തുറവി വേണ്ടേ? അറ്റ് ദ സെയിം ടൈം വിവാഹ ജീവിതത്തിന്റെ ആ ഒരു ഡെപ്തില് ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കും, മരണം വരെ ഒന്നിച്ച് ജീവിക്കും എന്ന് പറയുന്ന വിശ്വസ്തതയും അനുസരണയും ഒക്കെ മാറുമോ? സോ വെൻ ഐ ലുക്ക് അറ്റ് ആ ഒരു ഈറയെ നോക്കുമ്പോൾ പിതാവിലൂടെ കാണിച്ചു തരുന്ന അല്ലെങ്കിൽ മലങ്കര സഭയുടെ ആവിർഭാവത്തിലൂടെ കാണിച്ചു തരുന്ന ഒരു സ്പിരിച്വൽ മാനേജ്മെന്റ് സിസ്റ്റം നമ്മൾക്ക് സംവാദത്തിലൂടെ സംയോഗികളാകാം. We need not consider the other person as competing or assimilating us.
നമ്മൾ അടുത്ത് ചെല്ലുമ്പോൾ അത് നമ്മളെ വിഴുങ്ങുന്ന അതല്ല, അത് മറിച്ച് നമ്മളായിരിക്കുകയും അതോടൊപ്പം തന്നെ നമ്മൾക്ക് മറ്റു പലരുമായിട്ട് സംയോഗ്യതയിലേക്ക് വളരുകയും അത് സംബന്ധമായിട്ട് അല്ലെങ്കിൽ നല്ലൊരു കവനൻ്റൽ റിലേഷൻഷിപ്പായിട്ട് വളർത്താൻ നമുക്ക് കഴിയും. ഇന്ന് പുനരൈക്യ സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ പുനരൈക്യ മിസിയോളജി എന്നൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ ഇതാണ് ലക്ഷ്യം വയ്ക്കുന്നത്. മാറ്റപ്പെടേണ്ടവ മാറ്റണം, മാറ്റപ്പെടാൻ പാടില്ലാത്തവയെ നിലനിർത്തണം. സോ ഈ പുനരൈക്യത്തിൻ്റെ മൂന്നാമത്തെ ചുരുളഴിയിൽ ഞാൻ പറഞ്ഞു, ഒരു ചുരുളഴി ചിരയുടെ വേദന, രണ്ടാമത്തെ രക്ഷാകരമായ തിരുത്തൽ, മൂന്നാമത്തെ ഈ ഹിബ്രു 12:27 പറഞ്ഞു, അവൻ്റെ ശബ്ദം ആകാശത്തെ മാത്രമല്ല ഭൂമിയെയും ഇളക്കും. അത് ഇളകപ്പെട്ടവ നീക്കം ചെയ്യപ്പെടുന്നതിനും ഇളകപ്പെടാത്തവ നിലനിർത്തുന്നതിനും വേണ്ടിയാണ്. സോ ദർ ഈസ് എനി രക്ഷാകരമായ തിരുത്തലിൽ ആഴത്തിലുള്ള മാറ്റങ്ങൾ ആവശ്യമുണ്ട്. പക്ഷെ ആ മാറ്റങ്ങൾ സൃഷ്ടിക്കപ്പെട്ടവയാണ്. ജീവിതത്തിലോ പെരുമാറ്റങ്ങളിലോ അല്ലെങ്കിൽ ലിറ്റർജിയിലോ എനിത്തിങ് ഇറ്റ് ഹാസ് ക്രിയേറ്റഡ്. ഇളകി നിൽക്കുന്നതാണത്. അത് മാറ്റപ്പെടണം. അത് വളരെ ഓപ്പൺനെസ്സോടുകൂടി എളിമയോടുകൂടി മാറ്റാനും അത് മാറ്റുന്നത് വഴി എന്താണോ മാറ്റപ്പെടാൻ പാടില്ലാത്തത് അതിന് നിലനിർത്താനും കൂടിയാണ്. സോ പുനരൈക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അല്ലെങ്കിൽ ഇന്ന് സഭയിൽ നടക്കുന്ന ചില വർത്തമാനങ്ങളൊക്കെ കാണുമ്പോൾ അസിമിലേഷനെ കുറിച്ചാണ് എല്ലാവരും സംസാരിക്കണേ. അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുള്ള മജോറിറ്റി ആയിട്ട് അസിമിലേറ്റ് ചെയ്തു പോകുക എന്ന് പറയും. അപ്പോൾ ലാറ്റിനൈസേഷൻ്റെ ആകർഷണങ്ങൾ, കുഞ്ഞു കുർബാനയുടെ ആകർഷണങ്ങൾ, എന്തുമാവാം എന്നുള്ള ലിറ്റർജിക്കൽ സെലിബ്രേഷനുകൾ, ഈ ഒരു ഡാപ്പോടാന്നുള്ള വിളിയുടെ ഒരു സ്റ്റൈലുകളൊക്കെ, ദാറ്റ് ഈസ് നോട്ട് വാട്ട് വി ആർ ടോക്കിംഗ്. അതിനേക്കാളൊക്കെ അപ്പുറത്തും ഡീപ്പായിട്ടാണ് നമ്മൾ മാറ്റങ്ങളെയും സ്ഥിരതയെയും കുറിച്ച് ചിന്തിക്കേണ്ടത്. ഇവിടെ നിർത്തുകയാണ്. യു ഷുഡ് തിങ്ക് ദിസ് പ്രോബ്ലം. ഇത് നമ്മുടെ മനസ്സിനെ നശിപ്പിച്ച് നമ്മുടെ ഉള്ളിലുള്ള എല്ലാ സ്നേഹത്തിനെയും മാറ്റിക്കളഞ്ഞ് തല്ലുകൂട്ടങ്ങളുടെ ഒരു വലിയ കൂടാരങ്ങളാക്കി നമുക്ക് മാറ്റാം. പിന്നീട് വർഷങ്ങളോളം ഈ ഒരു കുഞ്ഞു കാര്യം പറഞ്ഞ് തല്ലുകൂടി പോവാം. യു ഷുഡ് സീ, കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ അനിവാര്യമാണ്. പക്ഷെ അത് ഇളകി നിൽക്കുന്നതിനെയാണ് മാറ്റേണ്ടത്. മാറ്റപ്പെടേണ്ടവ മാറ്റപ്പെടണം. പക്ഷെ അത് നിലനിൽക്കേണ്ടതിനെ നിലനിർത്തുന്നതിന് വേണ്ടിയാണ്. ഇപ്പം ലിറ്റർജിക്കൽ ഫിഡിലിറ്റി, സഭാപരമായ സംവിധാനങ്ങൾ, നമ്മളാക്കുന്ന ഓർത്തഡോക്സി, അതിനൊന്നും എടുത്തു കളയാൻ പാടില്ല. പക്ഷെ അറ്റ് ദ സെയിം ടൈം യു ഷുഡ് ബി ഓപ്പൺ ടു ദാറ്റ് സംയോഗ്യത. ആ അപരൻ പ്രതിയോഗിയല്ല, അപരന് നമ്മളെ ഹെൽപ്പ് ചെയ്യാനാണ്. അപ്പം അതിൻ്റെ ചില ആകർഷണങ്ങൾ, ഒന്നിച്ചുള്ള സെലിബ്രേഷനുകൾ, ഒരുമിച്ചുള്ള കൈ കൊടുക്കലുകൾ ഒക്കെ ഉണ്ടാവും. അതൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമ്മൾ ഫണ്ടമെന്റലിസ്റ്റുകൾ എന്ന് പറയും, നമ്മൾ ഉഗ്രവാദികൾ എന്ന് പറയും. അതല്ല കത്തോലിസിസം. കത്തോലിസിസം ഈസ് എൻ അമേസിങ് ഹാർട്ട് ഓഫ് ഗോഡ് ലിവ്ഡ് ഔട്ട്. ആൻഡ് ഒരു യുഗപുരുഷനെ പോലെ അല്ലെങ്കിൽ ഒരു പ്രവാചകനെ പോലെ ഈ മോഡേൺ ഈറയിൽ ഈ പിതാവ് അത് പഠിക്കുകയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ അല്ലെങ്കിൽ പുനരൈക്യം എന്ന ഒരു വലിയ സ്റ്റെപ്പിലൂടെ ഈ ലോകത്തിന് ഒരു മാനേജ്മെൻറ്റ് സിസ്റ്റത്തെ തന്നെ കാണിച്ചു കൊടുക്കും. ഇറ്റ് ക്യാൻ ബി. ഒരു വലിയ സ്റ്റാർട്ടപ്പ് പോലെയായിരുന്നു അത്. അതിനെ വളർത്തി ഇന്ന് വലിയ സീറോ മലങ്കര കാത്തലിക് ചർച്ച് എന്ന് പറയുന്ന ഒരു വലിയ വൃക്ഷമായിട്ട് അത് മാറിയിട്ടുണ്ടെങ്കിൽ അത് ഈ കോൺഫ്ലിക്റ്റിനെ സർമൗണ്ട് ചെയ്തുകൊണ്ടാണ്. മാറ്റങ്ങളെ മനസ്സിലാക്കാനും നിലനിർത്തേണ്ടതിനെ നിലനിർത്താനുള്ള ആർജവത്തെ കാണിച്ചത് കൊണ്ടുമാണ് അവരതങ്ങനെ നിലനിൽക്കുന്നത്. അവരതങ്ങനെ നിലനിൽക്കുന്നതിനോർത്ത് നമുക്ക് സന്തോഷിക്കാം. അവരതിൽ ശുഷ്കാന്തി കാണിക്കട്ടെ. ഒരു സഭയ്ക്കും ഒരു ലോകത്തിന് മുഴുവൻ അതൊരു ബെഞ്ച് മാർക്കാകട്ടെ എന്നൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. വലിയ പിതാവിൻ്റെ അനുഗ്രഹം നമ്മോടത്തുണ്ടായിരിക്കട്ടെ. ആമേൻ.